ഡൽഹിയിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായിട്ട് കോക്രോച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ സമരം നടന്നിരുന്നു. ഈ സമരത്തിന് വലിയ പിന്തുണയുണ്ട് എന്ന് അറിഞ്ഞതോടുകൂടി, അല്ലെങ്കിൽ രാജ്യം മുഴുവൻ ഈ സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നറിഞ്ഞതോടുകൂടി കേരളത്തിൽ നിന്നുള്ള സഖാക്കളൊക്കെ തന്നെ ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ പോയിരുന്നു. അതിൽ ജോൺ ബ്രിട്ടാസും റഹീമും അതുപോലെ തന്നെ SFI DYFയുടെ നേതാക്കളൊക്കെ ഡൽഹിയിൽ എത്തിയിരുന്നു. ഇവിടുന്ന് ആളുകളുമായി സംഘടിപ്പിച്ച് ഡൽഹിയിൽ എത്തുമ്പോഴേക്കും പലരും എത്തുമ്പോഴേക്കും സമരവും കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പലരും സജീവമായിട്ട് സമരത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് ഏറ്റവും വലിയ ക്രമക്കേടുകൾ നടക്കുന്നത് കേരളത്തിലാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇതുവരെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ വളരെ വിശ്വാസ്യതയോടുകൂടി പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ കണക്കാക്കിയിരുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകളിൽ ഏറ്റവും ഗുരുതരമായ ക്രമക്കേടുകളാണ് നടക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചിരിക്കുന്ന സമയത്ത് അവർ മനസ്സിലാവുന്നത് ഇത് വളരെ രാഷ്ട്രീയമായ പിന്തുണയോടുകൂടിയാണ് ഇതൊക്കെ നടത്തുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലായിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏറ്റവും ഒടുവിൽ പ്ലാനിംഗ് ബോർഡിലേക്കുള്ള ഒരു തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിൽ വലിയ ക്രമക്കേടാണ് നടത്തുന്നത്. കാരണം CPM നേതൃത്വത്തിന് താല്പര്യമുള്ള ഒരാളാണ് 1ാം റാങ്ക് കിട്ടിയത്. അയാൾക്ക് ആ റാങ്ക് കിട്ടിയത് അയാൾ എഴുതാത്ത 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്തരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണ് അയാൾക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും കഴിവുണ്ടായിരുന്ന മാർക്കുണ്ടായിരുന്ന ആളുകളെ ഒഴിവാക്കിക്കൊണ്ടാണ് മാർക്കില്ലാത്ത ആളുകൾക്ക് ഇത് കൊടുത്തിരിക്കുന്നത്. കാരണം 80 മാർക്ക് റിട്ടൺ പരീക്ഷയ്ക്കും 20 മാർക്ക് അഭിമുഖത്തിനുമാണ്. ഈ അഭിമുഖത്തിന് സാധാരണഗതിയിൽ PSC 70% മാർക്ക് മാത്രമാണ് നൽകുന്നത്. പരമാവധി 70% മാർക്ക്. അതായത് 20 മാർക്കിൻ്റെ അഭിമുഖത്തിൽ 14 മാർക്ക് 15 മാർക്ക് പരമാവധി നൽകാറുള്ളൂ. പക്ഷേ ഇവിടെ ആരോപണ വിധേയനായ ആൾക്ക് 20 മാർക്ക് നൽകിയിരിക്കുകയാണ്. അതേസമയത്ത് അദ്ദേഹം എഴുതിയിരുന്ന എല്ലാ ചോദ്യങ്ങളും മൂല്യനിർണ്ണയം നടത്തുകയാണെങ്കിൽ അദ്ദേഹം റാങ്ക് ലിസ്റ്റിൽ തന്നെ വരില്ലായിരുന്നു. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധ്യതയില്ലാത്ത ഒരാളുടെ അയാൾ എഴുതാത്ത ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം ആരുടെയും ഈ 9 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്തരുത് എന്ന നിർദ്ദേശമാണ് PSC കൊടുത്തത്. അപ്പോൾ ഇതിന്റെ പിറകിലൊക്കെ വലിയ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇതിനകത്ത് ഉത്തരവാദികളായ ആളുകൾ ഉന്നതരുടെ ഗൂഢാലോചന കൂടിയാണ് ഇത്തരത്തിലുള്ള കുറ്റം ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ഇതുപോലെ തന്നെയാണ് മറ്റു പല പരീക്ഷകളുടെയും PSC നടത്തിയ മറ്റു പല പരീക്ഷകളുടെയും കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നു. വലിയ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ പഠിച്ച് കഷ്ടപ്പെട്ട് അതിനുവേണ്ടി ശ്രമിച്ച് പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് മാർക്ക് കിട്ടുന്നില്ല. പകരം രാഷ്ട്രീയമായ പിന്തുണയുള്ള ആളുകൾക്ക് മാർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം PSCയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കരുതിയിരിക്കുന്നത് PSC വളരെ വിശ്വാസ്യതയുള്ള സ്ഥാപനമാണ്. ഇടക്കാലത്ത് 3 SFIക്കാരെ പോലീസിന്റെ പരീക്ഷ എഴുതിയ ആളുകളെ ക്രമക്കേടുകളെ തുടർന്ന് പിടിച്ചിരുന്നു. അവരെ ജയിലിൽ ഇരുത്തിയിട്ട് പരീക്ഷ നടത്തിയ സമയത്ത് അവർക്ക് 0 മാർക്കാണ്. അതായത് സെലക്ഷൻ കിട്ടിയ ആളുകൾക്ക്, റാങ്ക് കിട്ടിയ ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവരെ കൃത്യമായ രീതിയിൽ പരീക്ഷ നടത്തിയ സമയത്ത് അവർക്ക് 0 മാർക്ക്, 1 മാർക്ക് പോലും നേടാൻ പറ്റാത്ത ആളുകളാണ് ഇവിടെ റാങ്ക് നേടുന്നത്. കാരണം അത്രയധികം ക്രമക്കേടുകളാണ് നടക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ സർവകലാശാലകളുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്നത് പാർട്ടി നോമിനികളാണ്. അത് സിൻഡിക്കേറ്റിലാണെങ്കിലും സെനറ്റിലൊക്കെ ആണെങ്കിലും. അതുകൊണ്ട് തന്നെയാണ് ഈ ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ തന്നെ. ഈ ഗവേഷണ പ്രബന്ധങ്ങളൊന്നും തന്നെ ഈ SFI നേതാക്കളും DYFI നേതാക്കളൊക്കെ പലരും നേടിയ, ചിലരൊക്കെ പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ പലരും നേടിയ ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ മറ്റാരോ എഴുതി കൊടുത്തതാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ഏറ്റവും പ്രമുഖനായ ഒരു കേരളത്തിലെ CPMന്റെ പ്രമുഖ നേതാവിന്റെ മകൻ ഒരു യുവജന രംഗത്ത് പ്രവർത്തിച്ച ഒരാളായിരുന്നു. അപ്പോൾ അയാൾ ഒരിക്കലും പരീക്ഷ പാസ്സാവില്ല എന്ന് പറയുന്നത്. അദ്ദേഹം ചെയ്തിരുന്ന എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം പരീക്ഷ എഴുതുന്ന സമയത്ത് കുറേ ബ്ലാങ്ക് പേപ്പർ കൂടി പരീക്ഷാ ഹാളിൽ എക്സ്ട്രാ അഡീഷണൽ പേപ്പർ വാങ്ങി അതിൻ്റെ കൂടെ പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം ആരൊക്കെയാണോ മൂല്യനിർണ്ണയം നടത്തുന്നത് അവരുടെ വീട്ടിൽ പോയിട്ട് ഈ പരീക്ഷയുടെ ഉത്തരങ്ങൾ എഴുതുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരെ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ യോഗ്യതയില്ലാത്ത ആളുകൾ, ഒരിക്കലും പരീക്ഷ പാസ്സാവാത്ത ആളുകളൊക്കെ തന്നെ പരീക്ഷ എഴുതാനുള്ള ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടായിരിക്കും. അതിപ്പോൾ PSC പരീക്ഷയിലാണെങ്കിലും കോളേജിലെ പരീക്ഷയിലാണെങ്കിലും യൂണിവേഴ്സിറ്റി പരീക്ഷയിലാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് യൂണിവേഴ്സിറ്റിയുടെയൊക്കെ കോളേജിലൊക്കെ അധ്യാപകരാവുന്ന ആളുകളൊക്കെ തന്നെ പ്രത്യേകിച്ച് കോളേജ് അധ്യാപക നിയമത്തിന് PSC ഉണ്ടെങ്കിലും യൂണിവേഴ്സിറ്റി അധ്യാപക നിയമത്തിനൊന്നും PSC ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പഴുതുകളിലൂടെയൊക്കെ തന്നെ സ്വന്തക്കാരെയൊക്കെ തിരികെ കയറ്റി, ഇനി PSC ഉണ്ടെങ്കിൽ തന്നെ സ്വന്തക്കാരെ തിരികെ കയറ്റാനുള്ള എല്ലാ സംവിധാനവും കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പം
ഡൽഹിയിൽ പോയിട്ട് നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ സമരം ചെയ്യുന്ന ആളുകൾ, അവർ ഭരിച്ചിരുന്ന മിനിമം 10 കൊല്ലം, ആ 10 കൊല്ലം, കഴിഞ്ഞ 10 കൊല്ലം എല്ലാ മേഖലയിലും സ്വന്തക്കാരെ തിരികെ കയറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം KAS എന്ന് പറയുന്ന ഏറ്റവും മാതൃകാപരമായ, ഏറ്റവും നല്ലൊരു IAS തൊട്ട് താഴെയുള്ളൊരു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള പരീക്ഷ നടന്നു. ഈ പരീക്ഷയിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാരണം ഭരണമുന്നണിയായിട്ട് ആഭിമുഖ്യമുള്ള ആളുകൾ മാത്രമാണ് എല്ലായിടത്തിലും കയറിക്കൂടുന്നത്. അപ്പോൾ ഇത് കേരളത്തിലെ പരീക്ഷാ സമ്പ്രദായത്തെ ബാധിക്കുന്നു, വിദ്യാഭ്യാസ നിലവാരത്തെ ബാധിക്കുന്നു, സർവകലാശാലകളുടെയൊക്കെ കോളേജുകളുടെയൊക്കെ നിലവാരത്തെ ബാധിക്കുകയാണ്. അതേപോലെ തന്നെ പാർട്ടിയായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ജോലി കിട്ടൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലൊരു PSC മെമ്പർ ഉണ്ടായിരുന്നു കൊല്ലം ജില്ലയിൽ. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലെ എല്ലാ ആളുകൾക്കും ഏതെങ്കിലുമൊക്കെ സർക്കാർ ജോലിയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ലഭിക്കുന്നത്? അപ്പം ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ കേരളത്തിലെ PSCയുടെ പ്രവർത്തനത്തെക്കുറിച്ച്, മിനിമം കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനത്തെക്കുറിച്ച് ഗൗരവമായ അന്വേഷണം നടത്തുകയാണെങ്കിൽ ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും കാര്യമായ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന PSC ക്രമക്കേട്. ഇത് കേരളത്തിലെ സർക്കാർ കൃത്യമായി അന്വേഷിക്കുമോ എന്ന് അറിയാൻ കഴിയില്ല. കാരണം കേരളത്തിൽ മാറി മാറി വരുന്ന രാഷ്ട്രീയ സംവിധാനത്തിൽ ആർക്കും തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല. ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയത്ത് ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ എത്രത്തോളം ഇതിനകത്ത് ആത്മാർത്ഥത കാണിക്കുന്നു, കർക്കശ ബുദ്ധി കാണിക്കുന്നു എന്നറിയില്ല. കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തുകയാണെങ്കിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പുറത്ത് വരും, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരും. അവരെ പിടിക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്ന ആളുകൾക്ക് അവസരം നിഷേധിക്കുകയും പാർട്ടി അഫിലിയേഷൻ്റെ പേരിൽ, അല്ലെങ്കിൽ പാർട്ടി നേതാക്കളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ആളുകൾക്ക് മാത്രം പിൻവാതിലൂടെയും മുൻവാതിലൂടെയൊക്കെ നിയമനം നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയൊക്കെ തല്ലിക്കെടുത്തുന്ന രീതിയിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു PSC ആണുള്ളത്. ആ PSCയുടെ വിശ്വാസ്യത നിലനിർത്തണമെങ്കിൽ ഇതുവരെ നടന്നിരുന്ന ഈ തെറ്റായ നിയമനങ്ങൾ, അതിൻ്റെ പിറകിലുള്ള തെറ്റുകളൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു കൃത്യമായ അന്വേഷണം നടത്തുന്നത്. നമുക്കറിയാം PSCയുടെ തലപ്പത്ത് തന്നെ എല്ലാം പൊളിറ്റിക്കൽ നോമിനീസ് ആണുള്ളത്. ഇവരെയൊക്കെ എന്തിനാണ് PSCയുടെ തലപ്പത്ത് വെക്കുന്നത്? ഇപ്പോൾ ശിവൻകുട്ടിയുടെ ഭാര്യ, അവർക്ക് എന്ത് പ്രത്യേക യോഗ്യതയുള്ള, അവരുടെ അതേ യോഗ്യതയുള്ള 100 കണക്കിന് പേരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവർക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തു. അതിനുശേഷം ഇവർ 5 വർഷം കഴിഞ്ഞാൽ ഇവർക്ക് മരിക്കുന്നത് വരെ പെൻഷൻ കൊടുക്കാനൊക്കെ ഉള്ള സംവിധാനം. അപ്പം ഇത്തരത്തിലുള്ള ഒരു ആളുകളെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൊക്കെ ജീവനക്കാരായി വെക്കുന്നത് പോലെയാണ് ഇപ്പോൾ PSCയിലൊക്കെ ആളുകൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കേരളത്തിലെ കേരളത്തിലെ പരീക്ഷാ സമ്പ്രദായത്തിൽ ഒരു കാര്യമായ അഴിച്ചുപണി നടത്തണം. അതിന് ഒരു കൃത്യമായ അന്വേഷണം കേരളത്തിലെ സർക്കാർ ചെയ്തേ പറ്റൂ. ചെയ്തില്ലെങ്കിൽ ഈ രീതിയിൽ തുടരുക തന്നെ ചെയ്യും. പഠിച്ച ആളുകൾ തള്ളപ്പെടും. സ്വാധീനമുള്ള ആളുകൾക്ക് മാത്രം നിലനിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ കാര്യങ്ങൾ പോകുന്നത് ഉറപ്പാണ്.